ബിജെപിയുടേത് ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന സിപിഎമ്മിന്റെ രാഷ്ട്രീയ പ്രമേയം പ്രധാന ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് കോൺഗ്രസിൽ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയ ശശി തരൂർ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി മെമ്പർ എ.കെ. ബാലൻ പറഞ്ഞു. ബിജെപിയുടേത് ഫാസിസ്റ്റ് സർക്കാരാണെന്ന് ഒരു കാലത്തും സിപിഎം അഭിപ്രായപ്പെട്ടിട്ടില്ല. ഫാസിസത്തിന്റെ സ്വഭാവമുള്ള ഗവൺമെന്റ് എന്നാണ് 22-23 പാർട്ടി കോൺഗ്രസുകളിൽ അഭിപ്രായപ്പെട്ടത്. ചിന്താ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പരസ്യരേഖകളാണ് ഇത്. പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടിയാണ് സിപിഎം ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത് രഹസ്യരേഖയാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കാനാണ്. പ്രമേയത്തിൽ ഭേദഗതി വേണമെന്ന് സിപിഐ ഉൾപ്പെടെ ഏതു പാർട്ടികൾക്കും നിർദ്ദേശിക്കാവുന്നതാണ്. രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചാൽ മാത്രമേ ഔദ്യോഗിക പ്രമേയമാവുകയുള്ളൂ. ബിജെപിയുടേത് ഫാസിസ്റ്റ് സർക്കാരാണെങ്കിൽ അതിനെതിരെ യോജിച്ച ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാവേണ്ടതുണ്ട്. അത്തരം യോജിച്ച ജനകീയ മുന്നേറ്റത്തിന് ഇതുവരെ കോൺഗ്രസ് പോലും ശബ്ദം നൽകിയിട്ടില്ല. ബിജെപിയുടേത് ഫാസിസ്റ്റ് സർക്കാരാണെങ്കിൽ അതിനുള്ള തെളിവുകൾ എതിർക്കുന്നവർ ഹാജരാക്കണം. ബിജെപിയെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് സിപിഎം ആരോപിക്കുകയാണെങ്കിൽ ഫാസിസത്തെ സംബന്ധിച്ചുള്ള സിപിഎമ്മിന്റെ ധാരണകൾ തിരുത്തുന്നു എന്നാണ് അർത്ഥം. സിപിഎം നേതൃത്വം നൽകുന്ന ഇടതു സർക്കാരിനെതിരെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും കുപ്പിവള പോലെ പൊട്ടിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞു. കോൺഗ്രസിലെ തമ്മിലടി രൂക്ഷമായ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഒരു തവണ കൂടി ഭരണമില്ലാത്ത അവസ്ഥ ലീഗിന് ചിന്തിക്കാനാവില്ല. അതിനാൽ അവരാണ് ഹൈക്കമാൻഡിനെ സമീപിച്ച് കോൺഗ്രസിൽ സമവായം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ കോൺഗ്രസ് കൂടോത്ര കോൺഗ്രസ് ആണെന്ന് എ.കെ. ബാലൻ പരിഹസിച്ചു. നേരത്തെ കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരന്റെ വീടിന് മുന്നിൽ കൂടോത്രം കണ്ടെത്തിയത് പരാമർശിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇതിലുള്ള അന്ധമായ വിശ്വാസമാണ് സുരേന്ദ്രനെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ശശി തരൂർ അല്ല ആര് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വന്നാലും സിപിഎമ്മിന് അതൊന്നും വിഷയമല്ലെന്ന് പറഞ്ഞ എ.കെ. ബാലൻ ശശി തരൂരിൽ അമിതമായ പ്രതീക്ഷ പാർട്ടിക്കില്ലെന്നും ശശി തരൂർ ഉയർത്തിയ സർക്കാരിന് അനുകൂലമായ വശങ്ങൾ സർക്കാരിന്റെ വികസനവാദത്തെ ബലപ്പെടുത്തുന്നതാണെന്നും പറഞ്ഞു. ഫാസിസത്തിനെതിരായിട്ടുള്ള ജനകീയ പോരാട്ടത്തിൽ എല്ലാ ആൾക്കാരും അണിനിരക്കണ്ടേ? അങ്ങനെയുള്ള ഒരു കോള് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടോ? ഇന്നേവരെ CPI കൊടുത്തിട്ടുണ്ടോ? ഇതാ ഇവിടെ വന്നിരിക്കുന്നു, ഫാസിസം വന്നിരിക്കുന്നു. എന്നാൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രത്യേകിച്ച് കോർപ്പറേറ്റ് വർഗീയ ശക്തികൾ ഏകാധിപത്യ പ്രവണതകളോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇത് ഒരു ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഫാസിസം വന്നുകൂടായികയില്ല. ഇതാദ്യം തന്നെ MGS നാരായണൻ ഒരു 8 കൊല്ലം മുമ്പേ മുന്നറിയിപ്പ് നൽകിയതാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളത് ഞാൻ അറിയില്ല. ഇന്ത്യ രാജ്യത്തിൽ ഫാസിസത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നതിൻ്റെ 4 ലക്ഷണങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. അതൊരു ഗംഭീര ലേഖനമായിരുന്നു. ഒന്ന്, ഇന്ത്യ രാജ്യത്തെ ദേശീയത കൃത്രിമമായി രൂപപ്പെടുത്തുക, അതിന് മതന്യൂനപക്ഷങ്ങളെ ശത്രുക്കളായി കാണുക. ഇതാണ് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം, ഇന്ത്യ രാജ്യത്ത് ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടാകുക, ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത ഒരു നേതാവ് ഉണ്ടാകുക. അത് മോഡിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാമത്, മിലിറ്ററിക്ക് പാരലായി അനൗപചാരിക തലത്തിൽ ഒരു സായുധ സംഘടന ഉണ്ടാകുക. അത് RSSനെ ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നാലാമത്തെ കാര്യം പറഞ്ഞത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഫ്ലെക്സിബിലിറ്റിയുള്ള ഒരു ഭരണഘടന നമുക്കുണ്ടാകുക. അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഫാസിസത്തിലേക്ക് കടക്കാം. ഈ 4 ഘടകങ്ങളാണ് ഫാസിസം ഇന്ത്യ രാജ്യത്ത് കടന്നു കയറാൻ സാധ്യതയുള്ളതിൻ്റെ ലക്ഷണമായി അദ്ദേഹം പറഞ്ഞത്.